അവിടെ കൂടിപ്പോയാൽ അവർ വന്ന് അതിൻ്റെ അകത്തുനിന്ന് വേസ്റ്റ് വാരിക്കൊണ്ട് പോകും. അല്ലാതെ വേറെ ഒന്നും. ഇന്നലെ വന്ന് അതിൻ്റെ അകത്തുനിന്ന് ഇന്നലെ ഡ്രൈ ആയിരുന്നു, പക്ഷെ ഇന്നലെ വന്ന് വേസ്റ്റ് വാരിക്കൊണ്ട് പോയതിനു ശേഷം ഇന്ന് കാലത്തോട്ട് വീണ്ടും ഫ്ലോ ആകുന്നു. നമസ്കാരം. മുടവൻ മുകൾ പ്രദേശത്തുള്ള ഓവുചാല് പൊട്ടിയിട്ട് കൃത്യമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കടകളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മണം കൊണ്ട് തന്നെ പല ആളുകളും വരാതിരിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്കും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ പ്രദേശവാസി തന്നെ നമ്മളോട് പറയുകയാണ്. ചേട്ടാ, എന്താണ് ഇത്? കുറെ കാലമായിട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഇപ്പോഴത്തെ പോപ്പുലേഷന് താങ്ങുന്നില്ല. ഈ സിസ്റ്റം മാറ്റേണ്ടത് 10-20 വർഷം മുന്നേ മാറ്റേണ്ടതാണ്. പക്ഷെ അതേ വെച്ച് തന്നെ കണ്ടിന്യൂ ആണ്. എപ്പോഴും ഇത് ബ്ലോക്ക് ആകുന്ന അവന്മാർ വന്ന് കുറേ മണ്ണൊക്കെ ഇളക്കി മാറ്റിയിട്ട് പോകും. പിന്നെ വീണ്ടും ഓവർഫ്ലോ. ഈ ഓവർഫ്ലോ ആയ അതിൻ്റെ ആസിഡിറ്റി കാരണമാണെന്ന് തോന്നി ഈ ടാറൊക്കെ പോയി റോഡ് കുഴി. പലപ്പോഴും വണ്ടികളൊക്കെ സ്കൂട്ടർകാർ ഈ അറിയാതെ വന്ന് സ്പീഡിൽ പോയി വീഴാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ കൂടിപ്പോയാൽ അവർ വന്ന് അതിൻ്റെ അകത്തുനിന്ന് വേസ്റ്റ് വാരിക്കൊണ്ട് പോകും. അല്ലാതെ വേറെ ഒന്നും. ഇന്നലെ വന്ന് അതിൻ്റെ അകത്തുനിന്ന് ഇന്നലെ ഡ്രൈ ആയിരുന്നു, പക്ഷെ ഇന്നലെ വന്ന് വേസ്റ്റ് വാരിക്കൊണ്ട് പോയതിനു ശേഷം ഇന്ന് കാലത്തോട്ട് വീണ്ടും ഫ്ലോ ആകാൻ തുടങ്ങി. അപ്പോൾ ഇതിന് പെർമനന്റ് സൊല്യൂഷൻ ഇത് പൈപ്പ് മാറ്റിയാലേ ശരിയാവുള്ളൂ. അല്ലാതെ ഈ ടെമ്പററി ഫിക്സ് ചെയ്തിട്ട് ഇത് ഇഷ്യൂ റിസോൾവ് ആവുന്ന ഒരു ചാൻസ് ഇല്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് അറിയാം. പലപ്പോഴും അവർ പറയുന്ന ഫണ്ട് ഓൾറെഡി അലോട്ടഡ് ആണെന്നൊക്കെ ചിലവർ പറയാം. നമ്മൾ ഈ കംപ്ലയിന്റ് ചെയ്യാന്നത് അവിടെ നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കും. അപ്പം പറയും ഇത് പൈപ്പ് മാറ്റിയാലേ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് ഇഷ്യൂ എന്താണെന്ന് അറിയാം, പക്ഷെ ചെയ്യേണ്ടത് അവരാണ്. ആരും ചെയ്യില്ല. ഒരു 3 വർഷമായിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഇപ്പം 3 വർഷമായി ഇവിടെ സ്ഥിരം താമസം തുടങ്ങിയിട്ട് ഇത് കാണുന്നതാണ്. റോഡ് ടാർ ചെയ്ത് എല്ലാ റോഡ് പോയി നിങ്ങൾക്ക് തന്നെ അറിയാം, വലിയ കുഴിയാണ്. വണ്ടിക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റില്ല. മഴ സമയത്തൊക്കെ ഈ ചിലവർ അറിയാതെ സ്പീഡിൽ പോകാത്ത അടുത്തേക്കുന്നവരെ പുറത്തൊക്കെ ഡ്രെയിനേജ് വെള്ളമാണ് തെറിക്കുന്നത്. നമ്മൾ കുറേ കംപ്ലയിൻറ്റ് ചെയ്ത് ടെമ്പററി ഫിക്സ് ആവുന്നുണ്ട്, പക്ഷേ സൊല്യൂഷൻ ആയിട്ടൊന്നും കിട്ടില്ല. ഇവർ തന്നെ ഇതേപോലെ ഇന്നലെ വന്ന് മെഷീൻ കൊണ്ടുവന്നിട്ട് ആ ഡ്രെയിനേജ് പൈപ്പ് തുറന്നിട്ട് അതിൽ നിന്ന് ഈ മണ്ണൊക്കെ അടിഞ്ഞിരിക്കില്ലേ അത് ഇളക്കിക്കൊണ്ട് പോകും. ഇന്നലെ ഇളക്കിക്കൊണ്ട് പോയാൽ ഈ നിങ്ങൾ കാണുന്നത് അവിടെ ഇപ്പം സ്മെല്ല്, ഇപ്പം നിങ്ങൾക്ക് തന്നെ സ്മെല്ല് അടിക്കുന്നുണ്ട്. അത് നമ്മൾ താമസിച്ചാൽ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാറേ ഇല്ല, കാരണം അത്രയ്ക്ക് സ്മെല്ലാണ്. ഇതിപ്പം നന്നാക്കണമെങ്കിൽ പുതിയ റോഡ് പണി ഉണ്ട്, അത് ഉടൻ നടക്കും എന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. റോഡ് പണി ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ ഡ്രെയിനേജ് ഫിക്സ് ചെയ്യാതെ നിങ്ങൾ എത്ര നല്ല റോഡ് ഇട്ടാലും ഈ ലീക്ക് ആവാത്ത റോഡ് പോകും. ഫസ്റ്റ് ഈ ഡ്രെയിനേജിന്റെ ഫിക്സ് ചെയ്താലേ നിങ്ങൾക്ക് ഈ റോഡ് ഇട്ടിട്ട് കാര്യമുള്ളൂ. കാരണം റോഡ് നല്ല ഇട്ടിരുന്ന ആദ്യം ഈ വെള്ളം വീഴുന്നത് പോയി. പിന്നെ അവർ 2 പ്രാവശ്യം ടാർ ചെയ്തു. പക്ഷെ ടാർ ചെയ്താൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഡ്രെയിനേജ് വെള്ളം കാരണം വീണ്ടും പോകണം. അപ്പൊ അത് ഫസ്റ്റ് ഇത് ഫിക്സ് ചെയ്ത് പൈപ്പിന്റെ ഈ ഡ്രെയിനേജ് പൈപ്പിന്റെ ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ട് ടാർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. പക്ഷെ ആ പ്രോബ്ലം സോൾവ് ആവണില്ല. ഒരു ടെമ്പററി ഫിക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പം ഒരു പേടി തോന്നുന്നുണ്ട് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് നോക്കുന്നു. അതൊരു കൺസേൺ ആണ്. നമ്മൾ മിക്കവാറും റോഡിലോട്ട് ഇറങ്ങാറില്ല, ഫ്രണ്ടിലോട്ട് ഇരിക്കാറ് വീട്ടിൻ്റെ അകത്തായിരിക്കും. കാരണം ഒരു നല്ല സ്മെല്ല്. പിന്നെ ഇവിടെ നിന്ന് ഈ ബ്ലോക്ക് ആയതുകൊണ്ട് ഈ നല്ല മഴ പെയ്യണമെങ്കിൽ ഫുൾ ഇവിടെ വെള്ളം കെട്ടാണ്. അപ്പൊ അത് തന്നെ ഇതും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ നടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.